വെൽക്കം, തഹ്മനാണ്. ആന്റി മൈക്രോബിയൽ ഏജന്റ്സ് ഈ വീഡിയോയിൽ നമ്മൾ സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് വിഭാഗം 3 മരുന്നുകളെ കുറിച്ചിട്ടാണ് പറയാം. നമ്മൾ സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സിന്റെ നമ്മുടെ നിമോണിക് എന്ന് പറയുന്നത് ഫുട്ബോൾ ക്ലബ്, ബാഴ്സലോണ, വെൻസ്, ബ്രിട്ടീഷ് ലീഗ് ഇതായിരുന്നു. F4 ഫോസ്മൈസിൻ, C4 സൈക്ലോസെറിൻ ആൻഡ് B4 ബാസിട്രാസിൻ. സോ ഈ 3 മരുന്നുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാം. പുറകെ നമുക്ക് വാങ്കോമൈസിൻ ലൈക്ക് ഗ്രൂപ്പ്സ് ആൻഡ് ബീറ്റ ലാക്ടം ഗ്രൂപ്പ് ഇവയെ കുറിച്ചിട്ട് നമുക്ക് പുറകെ പറയാം. സോ ഫോസ്മൈസിൻ ഉണ്ട്, സൈക്ലോസെറിൻ ഉണ്ട്, ബാസിട്രാസിൻ ഉണ്ട്. ഈ 3 മരുന്നിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് മെക്കാനിസം ഓഫ് ആക്ഷൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ വി ഡോണ്ട് വാണ്ട് ടു ഡീൽ വിത്ത് ദാറ്റ്. സോ ആദ്യം മരുന്ന് ഫോസ്ഫോമൈസിൻ ആണ്. മെക്കാനിസം ജസ്റ്റ് എന്ന് പറഞ്ഞേക്കാം. ബിക്കോസ് ഓഫ് ഇറ്റ് സ്ട്രക്ചറൽ സിമിലാരിറ്റി ടു ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ഇൻഹിബിറ്റ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ട്രാൻസ്ഫറേസ്. സോ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ സെൽ വാൾ സിന്തസിസിലെ ആദ്യത്തെ പ്രധാന സ്റ്റെപ്പ് അതായിരുന്നു. അതാണ് തടയുന്നത്. ഇനി മരുന്ന് നമുക്ക് എങ്ങനെ ലഭിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈക്രോബിയൽ ഓർഗാനിസത്തിൽ നിന്ന് കിട്ടും. അതിന്റെ പേര് സ്ട്രെപ്റ്റോമൈസസ് ഫ്രൈഡി, FRADIEA. അതിന്ന് ലഭിക്കും. അല്ലെങ്കിൽ വി ക്യാൻ ഗോ ഫോർ സിന്തറ്റിക് ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. സോ 2 രീതിയിൽ നമുക്ക് ഇത് ലഭിക്കും. ആൻഡ് മരുന്ന് എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യമെങ്കിൽ ഓറൽ ആയിട്ട് കൊടുക്കാം. ഓറൽ മിക്കവാറും പൊടിയായിരിക്കും. ഓറലായിട്ട് ഇതിന്റെ ഫോസ്ഫോമൈസിൻ ട്രോമെറ്റമോൾ എന്നൊരു സോൾട്ട് ഉണ്ട്. ട്രോമെറ്റമോൾ പറയുന്ന സോൾട്ട് ഉണ്ട്. ദെൻ ഓൾസോ കാൽഷ്യം സോൾട്ടും അവൈലബിൾ ആണ്. സോ ഇത് പൊടിയായിട്ട് പൗഡറായിട്ട് നമുക്ക് കിട്ടും. ദെൻ ഓൾസോ വി ക്യാൻ ഗിവ് ആസ് IM ഓർ IV ഇഞ്ചക്ഷൻ, അങ്ങനെയും കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഡൈസോഡിയം സോൾട്ട് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഡൈസോഡിയം സോൾട്ട് ഓഫ് ഫോസ്മൈസിൻ ആയിരിക്കും ഉപയോഗിക്കുക. അടുത്ത ചോദ്യം ബാക്ടീരിയോ സ്റ്റാറ്റിക് ആണോ ബാക്ടീരിയോ സിഡൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബാക്ടീരിയോ സിഡൽ ആണ്. ബാക്ടീരിയോ സിഡൽ ഏജന്റ് ആണ് ഇത്. അടുത്ത വീണ്ടും ചോദ്യം ബ്രോഡ് സ്പെക്ട്രം ആണോ നാരോ സ്പെക്ട്രം ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഇറ്റ് ഈസ് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ആണ് ഇത് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്പെക്ട്രം ഇതിന് ഏത് ബാക്ടീരിയകൾക്ക് എഗെയിൻസ്റ്റ് ആണ്, അല്ലെങ്കിൽ സ്പെക്ട്രം എന്താണ്, സ്പെക്ട്രം ഓഫ് ആക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും യൂറോപാത്തോജൻസ് എന്ന് വെച്ചാൽ യൂറോജെനിറ്റൽ ട്രാക്റ്റിൽ ആക്രമിക്കുന്ന പാത്തോജൻസ് അതിനെതിരെയാണ്. അതേതാണ് എൻറ്ററോബാക്ടീരിയസി. സോ എൻറ്ററോബാക്ടീരിയസിക്ക് എതിരായിട്ടാണ് നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതും അതിനെതിരാണ് ഏറ്റവും അധികം പ്രവർത്തിക്കുന്നതും. അപ്പോൾ ഏതൊക്കെയാണത്? ഈ കോളൈ ഉണ്ട് അല്ലെ, ഈ കോളൈ. ദെൻ പിന്നെ ഉള്ളത് എൻട്രോകോക്കസ് ഉണ്ട്. എൻട്രോകോക്കസിൽ തന്നെ പ്രോട്ടിയസ് ഉണ്ട്. ദെൻ സ്റ്റെഫൈലോകോക്കസ് ഓറിയസിനെതിരായിട്ടും കുറച്ച് ആക്ഷൻ ഉണ്ട്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസിനെതിരായിട്ടും പ്രവർത്തനമുണ്ട്. ദെൻ ക്ലെപ്സില്ല സെറാഷ്യ, അത് എൻട്രോബാക്ടീരിയസിൽ വരുന്നതാണ്. ക്ലെപ്സില്ലയും സെറാഷ്യ സ്പീഷീസ് ഒക്കെ അതിനെതിരെ വേരിയബിൾ എഫക്റ്റ് ഉള്ളൂ. സോ ഇതിന് കാര്യമായിട്ടുള്ള എഫക്റ്റ് ഇല്ല. സോ ഇത് രണ്ടുമാണ് കൂടുതലായിട്ട് എഫക്റ്റ് ഉള്ളത്. ഇനി ഉപയോഗം ഫസ്റ്റ് ലൈൻ ആയിട്ടാണോ? അല്ല, ദിസ് ഈസ് നോട്ട് എ ഫസ്റ്റ് ലൈൻ ഡ്രഗ്, ദിസ് ഈസ് സെക്കൻഡ് ലൈൻ ഡ്രഗ് ആണ്. ഫസ്റ്റ് ലൈൻ ഡ്രഗ് മരുന്നുകൾ ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് ഉപയോഗിക്കുന്ന? അൺകോംപ്ലിക്കേറ്റഡ്, അത്ര കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാത്ത യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിലാണ് നമ്മൾ ഉപയോഗിക്കുക. UTIയിലാണ് നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് ഓറൽ കൊടുക്കാം. ഒറ്റ ഡോസിൽ ഒരു 3 ഗ്രാം വരെ പൗഡറായിട്ട് നമുക്ക് കൊടുക്കാം. ദെൻ പ്രൊഫൈലാറ്റിക് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പ്രൊഫൈലാറ്റിക് ആയിട്ട് നമ്മൾ കൊടുക്കുക തടയാൻ വേണ്ടിയിട്ടാണ്. ട്രാൻസ് യൂറിത്രൽ സർജിക്കൽ പ്രൊസീജിയേഴ്സ് അത് ചെയ്യുകയാണെങ്കിൽ ഇൻഫെക്ഷൻ തടയാനായിട്ട് നമുക്ക് കൊടുക്കാം. ദെൻ കോംപ്ലിക്കേറ്റഡ് UTIയിൽ കൊടുക്കാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഗീവ്. അപ്പം നമ്മൾ IV ആയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് 24 ഗ്രാം വരെ ഒരു ദിവസം കൊടുത്തേക്കാം. ഒറ്റയ്ക്കായിരിക്കില്ല, എപ്പോഴും മറ്റു മരുന്നുകൾക്കൊപ്പം പെൻസിലിനോ അവയ്ക്കൊക്കെ ഒപ്പമായിരിക്കും കൊടുക്കുക. വേറെ എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്ന് വെച്ചാൽ ഓസ്റ്റിയോമൈലൈറ്റിസ്, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഹോസ്പിറ്റൽ അക്യൂട്ട് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ഈവൻ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, ഇതിനൊക്കെ അപൂർവമായിട്ട് മറ്റു മരുന്നുകളൊന്നും ഫലപ്രദമല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ മരുന്ന് കൊടുക്കാം. അഡ്വേഴ്സ് എഫക്റ്റ് പറയാൻ മാത്രം കാര്യമായിട്ടുള്ള ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ നൗസിയ, വോമിറ്റിംഗ് എന്ന് എഴുതാം. അത്രയൊക്കെ ഉള്ളൂ. ദെൻ വെജനൈറ്റിസ് ഇൻ ഫീമെയിൽ, ദെൻ ഹെഡേക്ക്, അത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അപൂർവമായിട്ട് വല്ലതൊക്കെ ഉണ്ടാക്കും. സോ മൈനർ അഡ്വേഴ്സ് എഫക്റ്റ് മാത്രമാണ് സാധാരണ ഇതിന് ഉള്ളത്. ഇനി അടുത്തൊരു ചോദ്യം നമ്മളെപ്പോഴും ഇതിനകത്ത് ആൻസർ ചെയ്യുന്നത് റെസിസ്റ്റൻസ് എങ്ങനെ ഉണ്ടാകും, ഈ മരുന്നിനോട് എങ്ങനെയാണ് റെസിസ്റ്റൻസ് ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകുക എന്ന് വെച്ചാൽ മരുന്ന് ബാക്ടീരിയയുടെ അകത്തേക്ക് കടക്കാൻ. സോ ഇത് ബാക്ടീരിയ ആണെങ്കിൽ ഇത് ഫോസ്ഫൈസിൻ ഇവിടെ വന്നാൽ ഇത് കടക്കാൻ ഒരു ട്രാൻസ്പോർട്ടർ വേണം. മരുന്നിന്റെ സ്ട്രക്ചർ നമുക്കറിയാം, PEP പോലെയാണ് ഇരിക്കുന്നത്. സോ അതേപോലെയുള്ള ഒരു ഗ്ലിസറോ 3-ഫോസ്ഫേറ്റ് ട്രാൻസ്പോർട്ടർ വേണം. അത് ബാക്ടീരിയാസ് അതിന്റെ എക്സ്പ്രഷൻ അങ്ങോട്ട് കുറയ്ക്കും. ബാക്ടീരിയാസ്
അത് ഉണ്ടാക്കൽ കുറയ്ക്കുമ്പോൾ മരുന്നിനകത്തേക്ക് കയറാൻ പറ്റാതെ വരും. അപ്പോൾ റെസിസ്റ്റൻസ് വരാം. രണ്ടാമത് ബാക്ടീരിയ ചിലപ്പോൾ ഫോസ് എ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കും. ഫോസ് എ, ഫോസ് ബി പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി എൻസൈംസ് ഉണ്ടാക്കിയിട്ട് മരുന്നിനെ തവിടുപൊടിയാക്കും. അപ്പോഴും നമുക്ക് റെസിസ്റ്റൻസ് വരാം. സോ ഇതാണ് നമുക്ക് ഫോസ്ഫോമൈസിനെ കുറിച്ച് പറയാനുള്ളത്. സോ അടുത്ത മരുന്ന് സൈക്ലോസെറിനാണ്. സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റർ തന്നെയാണ്. മെക്കാനിസം ജസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഇൻഹിബിറ്റ് അലാനിൻ റെസിമേസ്. അലാനിൻ റെസിമേസസിനെ തടയാം ആൻഡ് ഓൾസോ ഡി അല അതിന്റെ സിന്തേസിനെ തടയാം ഓർ ഡി അല ലിഗേസ്. സോ ഇത് മൂന്നിനെയും തടയുന്നതാണ് മെക്കാനിസം. ദെൻ എവിടെ നിന്നാണ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ ഇറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻ ഫ്രം സം സ്ട്രെപ്റ്റോമൈസസ് സ്പീഷീസ് ഓർ ഡേഷ്യസ് എന്ന് പറയുന്ന സ്പീഷീസ് കിട്ടും. ദെൻ ഗാരി ഫേസസ് എന്ന് പറയുന്ന സ്പീഷീസ് കിട്ടും. ആൻഡ് ഓൾസോ നമുക്കത് സിന്തറ്റിക് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം. ദെൻ ഏത് റൂട്ടിലാണ് കൊടുക്കുക എന്ന് വെച്ചാൽ ഓറൽ ആണ്, ടാബ്ലറ്റ്സ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം സിഡൽ ആണോ സ്റ്റാറ്റിക് ആണ്? സോ ഇത് ഓൺലി സ്റ്റാറ്റിക് ആണ്. സോ ദിസ് ദ ഓൺലി സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റർ വിച്ച് ഈസ് ബാക്ടീരിയോസ്റ്റാറ്റിക്. ബാക്കി എല്ലാം സിഡൽ ആണ്. വീണ്ടും ബ്രോഡ് സ്പെക്ട്രം ആണോ നാരോ സ്പെക്ട്രം ആണോ എന്ന് വെച്ചാൽ ബ്രോഡ് സ്പെക്ട്രം, അത് തന്നെ ബ്രോഡ് സ്പെക്ട്രം ആണ്. ഇനി എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി ഇൻ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിലാണ് നമ്മൾ, TB-ലാണ് നമ്മൾ ഉപയോഗിക്കുക. ഇൻ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB-ലാണ് നമ്മൾ MTR TB എന്നാണ് പറയുന്നത്. അതിൽ തന്നെ സെക്കൻഡ് ലൈൻ ഡ്രഗ് ആണ് ദിസ് സൈക്ലോസെറിൻ. റിസർവ് ഡ്രഗ് ആണ്. 250 മില്ലിഗ്രാം 2 നേരം ആദ്യം ഒരു 2 ആഴ്ച കൊടുക്കും. അതിനുശേഷം പിന്നെ 500 മില്ലിഗ്രാം ടു 1 ഗ്രാം വരെ നമ്മൾ 2 നേരമായിട്ട് കണ്ടിന്യൂ ചെയ്യും. ആൻഡ് ഇതിന്റെ അഡ്വേഴ്സ് എഫക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അഡ്വേഴ്സ് എഫക്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ന്യൂറോ സൈക്കാട്രിക് പ്രശ്നങ്ങളാണ്. ന്യൂറോ സൈക്കാട്രിക് പ്രോബ്ലംസ് ഉണ്ടാക്കും. ആങ്സൈറ്റി തുടങ്ങുന്നു, കൺഫ്യൂഷൻ, ഹാലൂസിനേഷൻ, അങ്ങനെയുള്ള അനറക്സിയ, അഗ്രഷൻ, കൺവൾഷൻ വരെ നീണ്ടു നിൽക്കാവുന്ന ന്യൂറോ സൈക്കാട്രിക്. ഇതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സൈക്കോസിസ്, ഹലൂസിനേഷൻ ഒക്കെ പ്രശ്നമാണ്. സോ അതുകൊണ്ട് ഇതിനൊരു ഇരട്ടപ്പേരുണ്ട്, വട്ടപ്പേരുണ്ട്. അത് നമ്മൾ സൈക്സെറിൻ എന്നാണ് വിളിക്കുക. സൈക്സെറിൻ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് കുറയ്ക്കണമെങ്കിൽ ഒരു 30 നാനോഗ്രാം പെർ ml അത്രയും താഴ്ത്തി ബ്ലഡ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ കുറയ്ക്കും. സോ ഇത് ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചാൽ ദിസ് ഡ്രഗ് ഈസ് എ ഗാബ ട്രാൻസ് അമിനേസ് ഇൻഹിബിറ്റർ കൂടിയാണ് ഈ സൈക്ലോസെറിൻ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഇൻഹിബിറ്ററി ആക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. ഇനി മരുന്നിനൊപ്പം നമ്മൾ കൊടുക്കേണ്ട ഒരു മരുന്നാണ് പിരിഡോക്സിൻ. നമുക്കറിയാം TB മരുന്നുകൾ കഴിക്കുമ്പോൾ, ഇപ്പോൾ INH കഴിക്കുമ്പോഴും നമ്മൾ പിരിഡോക്സിൻ ഓർ വൈറ്റമിൻ B6 കൂടെ സപ്ലിമെന്റ് ചെയ്യണം, ഇതിനും കൊടുക്കണം. ദെൻ ഇറ്റ് ക്യാൻ ഓൾസോ കോസ് ഫോളേറ്റ് ഡെഫിഷ്യൻസി ഉണ്ടാക്കാം, B12 ഡെഫിഷ്യൻസി ഉണ്ടാക്കാം. സോ അതനുബന്ധിച്ചിട്ടുള്ള അനീമിയ, വലിയ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ദെൻ അപൂർവമായിട്ട് ഹേർട്ട് ഫെയിലിയറും ഉണ്ടാക്കിയിട്ടുണ്ട്, അപൂർവമാണ്. ഇനി റെസിസ്റ്റൻസ് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ എക്സ്പ്രഷൻ ഓഫ് അലാനിൻ റെസിമേസ്. ഈ അലാനിൻ റെസിമേസ് ബാക്ടീരിയ കൂടുതലായിട്ട് ഉണ്ടാക്കും അല്ലേ, ഇത് തടയാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ആക്ഷൻ നടക്കും. അതാണ് ഒരു രീതി. രണ്ടാമത്തത് ബാക്ടീരിയ ഇതിനെ അകത്തേക്ക് എടുക്കുന്ന അലാനിൻ റീഅപ്ടേക്ക്. ഈ അലാനിന്റെ റീഅപ്ടേക്ക് സിസ്റ്റത്തിൽ ഒരു മ്യൂട്ടേഷൻ ഉണ്ടാക്കിയിട്ട് അതും അലാനിൻ കൂടുതലായിട്ട് എടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അതിന്റെ രണ്ടാമത്തെ മെക്കാനിസം. സോ ദീസ് ആർ ദ 2 മെക്കാനിസംസ് ഓഫ് റെസിസ്റ്റൻസ് ടു സൈക്ലോസെറിൻ. സോ ഇത്രയാണ് നമുക്ക് സൈക്ലോസെറിനെ കുറിച്ച് പറയാനുള്ളത്. മൂന്നാമത്തെ മരുന്ന് ബാസിട്രാസിൻ ആണ്. ബാസിട്രാസിൻ ഒരു സൈക്ലിക് പോളിപെപ്റ്റൈഡ് ആണ്. സൈക്ലിക് ആയിട്ടുള്ള ഒരു പോളിപെപ്റ്റൈഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായ അമിനോ ആസിഡ് ഇങ്ങനെ ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പോളിപെപ്റ്റൈഡ് ആണ് സാധനം. സോ അത് കിട്ടുന്നത് ബാസില്ലസ് ലൈക്കേനിഫോർമിസിൽ നിന്ന് കിട്ടാം. ഓർ ബാസിലസിന്റെ വേറെ ഫേമസ് പേരാണ് സബ്റ്റില്ലിസ് എന്ന് പറയുന്നത്. സോ അതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കിട്ടുന്ന ഒരു മിക്സ്ചർ ആയിരിക്കും, ഒറ്റ ഒരു സാധനം ആയിരിക്കില്ല, മിക്സ്ചർ ആയിട്ടായിരിക്കും. മിക്സ്ചർ മീൻസ് ഇറ്റ് കണ്ടെയ്ൻ ബാസിട്രാസിൻ A1 ഉണ്ടാകും, B2 ഉണ്ടായിരിക്കും, B1 ഉണ്ടായിരിക്കും, B2 ഉണ്ടായിരിക്കും, B3 ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇത് ചേർന്ന ഒരു മിക്സ്ചർ ആയിട്ടാണ് നമുക്ക് കിട്ടുക, മിശ്രിതമാണ്. ഇതൊരു ഇതിനകത്തൊരു 6 മെമ്പറുള്ള ഇങ്ങനെ ഒരു ഹെട്രോസൈക്ലിക് റിംഗ് ഒന്നുമല്ല, അമിനോ ആസിഡുകൾ ഇങ്ങനെ ചേർന്നിട്ടുള്ള ഒരു സംഭവം. പിന്നെ അതിൽ നിന്ന് 4 മെമ്പറുള്ള അമിനോ ആസിഡ്, പിന്നെ ഒരു 2 അമിനോ ആസിഡ് സ്ട്രക്ചർ. സോ ഇങ്ങനെ ആയിരിക്കും ഇത് ഇരിക്കുക. ആൻഡ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് വെച്ചാൽ D-ഓർണിത്തിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡിനെ അത് കാണാം. സോ ഇത് പ്രകൃതിയിൽ മനുഷ്യരിൽ ഒന്നും സാധാരണ കാണില്ല, ഇത് അപൂർവമായിട്ടൊക്കെ കാണുന്ന ഒരു അമിനോ ആസിഡ് ആണ്, അതുണ്ട്. ദെൻ ഡ്രഗ് സിഡൽ ആണോ സ്റ്റാറ്റിക് ആണോ? അഗെയിൻ സിഡൽ തന്നെയാണ്. ഓൺലി സൈക്ലോസെറിൻ മാത്രമാണ് സ്റ്റാറ്റിക്. സോ ദിസ് ഈസ് സിഡൽ ആണ്. ഇനി മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ബാക്ടോപ്രിനോൾ റീസൈക്ലിംഗ് ആണ് തടയുക. ബാക്ടോപ്രിനോൾ അതെന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. റീസൈക്ലിംഗ് തടയുന്ന മരുന്നാണ്. ദെൻ പ്രധാനപ്പെട്ട ആക്ഷൻ ഈസ് അഗൈൻസ്റ്റ് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിനാണ്. ഗ്രാം പോസിറ്റീവിനെതിരെയാണ്. ഗ്രൂപ്പ് എ
സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയകൾക്കെതിരെ കൂടുതലായിട്ട് ആക്ഷൻ. ദെൻ കുറച്ച് ആക്ടിനോമൈസിറ്റിസ്, ഇപ്പോൾ ട്രിപ്പനീമ പാലിഡം, അതിനൊക്കെതിരായിട്ട് ആക്ഷൻ ഉണ്ട്. ദെൻ ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള നിസീറിയ, എച്ച് ഇൻഫ്ലുവൻസ, അവയ്ക്കെതിരായിട്ടും കുറച്ച് ആക്ഷനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺലി ലോക്കലി ആണ് ഈ മരുന്ന്. സാധാരണ ലോക്കൽ റൂട്ടിലാണ് നമ്മൾ കൊടുക്കുക. ഓയിൻമെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക, ഓർ പൗഡർ. ഓയിൻമെന്റ് ഓർ പൗഡർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഡ്രോപ്സ്, കണ്ണിലൊഴിക്കാൻ ഡ്രോപ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന്റെ ഫേമസ് പ്രൊഡക്റ്റ് ഞാൻ പറയാം, അത് നിയോസ്പോറിനാണ്. നിയോസ്പോറിൻ പൗഡർ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതിനകത്ത് ബാസിട്രാസിൻ ഉണ്ട്, നിയോമൈസിൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട്, ദെൻ പോളിമിക്സിൻ എന്ന് പറയുന്ന പോളിമിക്സിൻ ബിയും ഒക്കെ ഉണ്ട്. ദെൻ വേണമെങ്കിൽ നമുക്ക് IM ആയിട്ട് കൊടുക്കാം കേട്ടോ, IM ആയിട്ട് കൊടുക്കാം. പക്ഷേ IM ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നെഫ്രോടോക്സിയാണ്, നെഫ്രോടോക്സിസിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കാത്തത്. പക്ഷേ ഇത് കൊടുക്കേണ്ടി വരുന്ന ചില അവസരങ്ങൾ ഞാൻ പറയാം. ഇൻഫൻസ് വിത്ത് സ്റ്റെഫൈലോകോക്കസ് ന്യൂമോണിയ ഉള്ള ഇൻഫൻസിൽ എംഫസീമയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വാസിട്രാസിൻ IM ആയിട്ടൊക്കെ കൊടുക്കേണ്ടി വരും. സാധാരണ ഇതിലൊന്നും കൊടുക്കാറില്ല, നമുക്ക് വേറെ മരുന്നുകളൊക്കെ ഉണ്ട്. ഇനി ഓറൽ കൊടുത്താലോ, ഓറൽ കൊടുത്തു കഴിഞ്ഞാൽ അബ്സോർഷൻ ഇല്ല, സോ അബ്സോർബ് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് GI ട്രാക്റ്റിൽ ലോക്കൽ ഏജന്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊടുക്കുക ആന്റിബയോട്ടിക് അസോസിയേറ്റഡ് കൊളൈറ്റിസ് എന്ന് പറയുമ്പോൾ ക്ലോസ്ട്രിഡിയം ഡിഫിഷ്യൽ എന്ന് പറയുന്ന സംഭവം മൂലമുള്ള വയറിളക്കം, അതിന് എതിരായിട്ട് നമുക്ക് കൊടുക്കാം. ഇനി ഡോസ് നമ്മളിത് പറയുക, ഇതിന്റെ ഡോസ് പറയുക യൂണിറ്റ്സിലാണ് പറയുക. 400 മിക്സർ ആണല്ലോ, അപ്പോൾ യൂണിറ്റ്സിലേ പറയാൻ പറ്റുള്ളൂ. 400 to 500 യൂണിറ്റ് ആണ് 1 ഗ്രാം എന്ന് പറയുന്നത്, പെർ ഗ്രാമിൽ ഉണ്ടായിരിക്കും. വൈ ദർ ഇസ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ബാക്ടോപ്രിനോൾ കൂടുതലായിട്ടുണ്ടാകും, ബാക്ടീരിയ ബാക്ടോപ്രിനോൾ കൂടുതലായിട്ടുണ്ടാക്കും. അല്ലെങ്കിൽ എഫ്ലക്സ് അകത്ത് കയറി കഴിഞ്ഞാൽ തള്ളിക്കളയാനായിട്ടുള്ള എഫ്ലക്സ് ട്രാൻസ്പോർട്ടർ വർക്ക് ചെയ്യുന്നതാണ് കാരണം. സോ അപ്പോൾ നമ്മൾ 3 മരുന്നുകളെ കുറിച്ചാണ് പറഞ്ഞത്, ഫോസ്മൈസിൻ, സൈക്ലോസെറിൻ ആൻഡ് ബാസിട്രാസിൻ. അതിൽ സൈക്ലോസെറിൻ മാത്രമാണ് സ്റ്റാറ്റിക്. ആദ്യത്തേത് UTIക്ക് കൊടുക്കുന്ന മരുന്നാണ്, രണ്ടാമത്തേത് TBക്ക് കൊടുക്കുന്ന മരുന്നാണ്, മൂന്നാമത്തേത് പ്രധാനമായിട്ടും ഓയിൻമെന്റ് ഫോർ ലോക്കൽ എക്സ്റ്റേണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.